ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്രയും നല്ലൊരു സന്തോഷത്തിൻ്റെ വിശേഷം നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അതിലൊരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറയാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം നമ്മുടെ വീട് പണിയുടെ കാര്യം, ഒരെണ്ണം നമ്മുടെ കിണർ കുത്തണ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിണർ കുത്തി നമുക്ക് വെള്ളം കിട്ടിയിട്ടോ, അതാണ് ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറയണത് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ വിശേഷം. അപ്പോൾ നമുക്ക് വീഡിയോ ഇങ്ങോട്ട് കാണാം അല്ലേ. എല്ലാ പ്രാവശ്യത്തെയും പോലെ എന്ത് ചായ വയ്ക്കൽ തന്നെയാണ് കേട്ടോ തുടക്കം. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത നമ്മുടെ ഫ്രണ്ട്സ് ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ നമ്മുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്താ വിശേഷങ്ങൾ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കുറവാണ്, അത് കാരണമാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാത്ത കേട്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ കിണർ കുത്തി വെള്ളം കണ്ട വിശേഷമൊക്കെയാണ്. പിന്നെ ഒരു പ്രാവശ്യം കൈ നോക്കിയിട്ടൊക്കെയുള്ള അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യങ്ങളൊക്കെയാണ് നടക്കണത്, ജനങ്ങളുടെ പിന്തുണയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക കൂടുതലെന്ന് പറഞ്ഞേക്കണത്. അപ്പോൾ നിങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബലം എന്ന് പറയണത് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ ശരിയാവില്ല, അതെന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണല്ലേ. എല്ലാവരും കാണുന്നവരാണെങ്കിലും എല്ലാവരും കമൻറ്റ് ഇടുന്ന ചേച്ചിമാരാണെങ്കിലും അനിയത്തികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. എല്ലാവരും ഫാമിലി മെമ്പേഴ്സിൻ്റെ പോലെ തന്നെയാണ്. ഡെയിലി കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഒരു ദിവസം കമൻറ്റ് ഇട്ടില്ലെങ്കിൽ അയ്യോ എന്ത് പറ്റിയാവോ, വീഡിയോ കാണാൻ പറ്റിയില്ലാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായി ഉണ്ടാവോ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സായിട്ട് തന്നെയാണ് അങ്ങനെ തോന്നണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സന്തോഷം എന്ന് പറയുക, പ്രാർത്ഥന, അനുഗ്രഹം ഒക്കെ ഇനി വീണ്ടും ഞങ്ങളുടെ വീഡിയോയ്ക്കും ഞങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചക്ക ഇന്നലെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈകുന്നേരത്തിന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടീറ്റപ്പോൾ തന്നെ അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചായയൊക്കെ വെച്ചപ്പോഴേക്കും അതിൻ്റെ തണവൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ വലിയ കുക്കറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അത് തിങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിലും വേവുമ്പോൾ ഒന്ന് അടിയിലേക്ക് അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ ഉപ്പിട്ടു അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം. ഈ ചക്ക വെച്ചിട്ടുണ്ടെങ്കിൽ വിസിലൊന്നും അടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേവ് കിട്ടാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആവി കയറുമ്പോൾ അത് ഓഫ് ചെയ്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ തുറക്കുക, അല്ലെങ്കിൽ ഞാൻ വെന്തുടഞ്ഞ് പായസം പോലെയാവും. പിന്നെ നമ്മുടെ കിണർ പണിയ ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. തിങ്കളാഴ്ചയായിരുന്നു വെള്ളം കാണേണ്ട ദിവസം. ശനി ഞായറൊക്കെ ആയിട്ട് അതിനൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു, വെള്ളപ്പം കിട്ടും എന്നുള്ള സൂചനയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ വെള്ളം കാണാണ്ടായപ്പോൾ അവർ ആകെ ടെൻഷൻ അടിച്ചു കേട്ടോ. ഞങ്ങളും അതെ, ഒരു പാറയുടെ അംശം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ആകെ ടെൻഷൻ. എനിക്ക് ദൈവം ഇനി വെള്ളം കിട്ടിയില്ല, ഇത്ര നാളും പണിതിട്ടിനി നമുക്ക് ഒരു സന്തോഷത്തിന് വകയില്ലാവോ എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മ അപ്പോഴേക്കും നേർച്ചയൊക്കെ നേർന്നു, ശിവൻ്റെ അമ്പലത്തിൽ ജലധാര ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയിട്ട് തന്നെ നമുക്ക് വെള്ളം കാണിച്ചു തന്നു. അപ്പോൾ പറയാം അതേ ഒരു പ്രതീക്ഷയുണ്ട്, ഇതേ നമ്മുടെ അവിടെ വെള്ളം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഉറകൾ പൊട്ടണം, അത് ഇത്തിരി താമസിച്ചേ വരുള്ളൂ. സൈഡിൽ നിന്നല്ല അടിയിൽ നിന്നാണ് വെള്ളം വരുന്നതാണ് നമ്മുടെ കിണർ പണിക്കാരൻ ചേട്ടന്മാരൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ എത്ര നാളായി നമ്മൾ നല്ല കമ്പനി ആയിട്ടുണ്ട്, വർത്തമാനം പറയാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരും, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം. അവരിപ്പോൾ ഇത്രയും കൊല്ലങ്ങളോട് കൂടിയിട്ട് അവർ എന്താ പറയാം, പരിചയമുള്ള, അവർക്ക് മണ്ണുമായിട്ട് അത്രയും ബന്ധമുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് അവർ കിണർ കുത്തി തുടങ്ങിയത്. അപ്പോൾ അവർക്ക് ആ മണ്ണിൽ തൊടുമ്പോൾ അറിയാം അവിടെ വെള്ളം കിട്ടി. അവർ തുടങ്ങിയപ്പോൾ തന്നെ പറയും നല്ല സമൃദ്ധമായ വെള്ളം തന്നെയാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല, പാറയുടെ അംശം ഉണ്ടാവില്ല, അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അടിയിലെത്തിയപ്പോൾ അവർക്ക് ഇത്തിരി ടെൻഷനായി. ഇപ്പോൾ വെള്ളം കാണേണ്ട ദിവസം കഴിഞ്ഞിട്ടും കാണാണ്ടായിപ്പോൾ ഏതാണാവോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അവർക്ക്. അപ്പോൾ പിന്നെ അവരും അങ്ങനെ നേർന്നിട്ടുണ്ട്. അവരും അങ്ങനെ കിണർ പണി തുടങ്ങുമ്പോഴായാലും
അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റണ വഴിപാടുകൾ അവർ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ അമ്പലത്തിൽ പോയിട്ടൊക്കെ തന്നെയാണ് അവർ വരുന്നതും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. പക്ഷേ 2 ദിവസമായിട്ട് അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല, അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. അവർ പിന്നെ മിണ്ടാണ്ടായിട്ട് നമുക്ക് വെള്ളം കാണാണ്ടായപ്പോൾ അവർക്കും ആകെ വിളറി വെളുത്തു സങ്കടമൊക്കെ വന്നിട്ടാണ് മുഖരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ചായ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പറമ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കട്ടെ വെള്ളം കാണുമോ നോക്കട്ടെ, വെള്ളം കാണും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നു തിരിച്ച് വീട്ടിലെത്തണേക്കാട്ടി മുമ്പ് ചേട്ടൻ വിളിച്ചത് ഏതി വാടി വേഗം ഓടി വാടി വെള്ളം കണ്ടു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓടി പോയി കണ്ട് എല്ലാം കണ്ട കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മുടെ കണ്ണൊക്കെ നിറയൂട്ടോ. അത്രയും സന്തോഷത്തിലാണ് നമ്മളായിരുന്നത്. കണ്ണ് നിറയാനൊക്കെ ആയിട്ട് ഇപ്പോൾ എന്തിട്ട് ഇപ്പോൾ ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചോദിക്കണവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് കാണില്ല എന്നുള്ളൊരു നമ്മുടെ വെള്ളം കാണുന്നൊരു പ്രതീക്ഷ ഇല്ലാണ്ടായിട്ടുള്ള നിമിഷത്തിൽ വെള്ളം കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു സന്തോഷം തന്നെയാണ്. അതിപ്പോൾ പ്രായമായിട്ടുള്ളവരെല്ലാവർക്കും അറിയാം എന്താണ് കിണർ കുത്തുമ്പോൾ വെള്ളം, അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ വെള്ളം. അപ്പോൾ എത്രയോ എല്ലാ സ്ഥാനക്കാരും ഇപ്പോൾ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞ് കുത്തിയാലും അതിൻ്റെ അടിയിലെത്തി വെള്ളം കണ്ടിട്ടേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് വെള്ളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ കിണറിപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ഇപ്പോൾ ചൊവ്വാഴ്ച കാലത്ത് തിങ്കളാഴ്ച വെള്ളം കണ്ടു, തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച വെള്ളം കണ്ടു. ഇപ്പോൾ ഞാൻ ഇന്ന് കാലത്താണ് ഇവിടെ ഡബ്ബ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പത്ത് ഡബ്ബയില്ല എന്നിട്ടൊന്ന് പറയാം വോയിസ് ഓവർ കൊടുക്കണത്. അപ്പം അവിടെ പോയി നോക്കിയപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. വിശേഷങ്ങൾ പറഞ്ഞ് കാട് കയറിപ്പോയില്ലേ. അപ്പോൾ നമ്മുടെ കിണറിൽ വിശേഷം കണ്ട വിശേഷമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഒരു ചക്കപ്പേരി വെച്ച് കഴിഞ്ഞതിൻ്റെ ഇടയിൽ പിന്നെ ഒരു സാമ്പാർ വെക്കാനായിട്ട് ആകെ ഉള്ളൂ കേട്ടോ കഷ്ണങ്ങൾ. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ടൊരു കുറ്റി സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പണിമുടക്കൊക്കെ ആയ കാരണം നമ്മുടെ മീനൊന്നും കിട്ടാനില്ല കേട്ടാ. 2 ദിവസമായി മീൻ കിട്ടിയിട്ട്. അപ്പോൾ മീൻകാരൻ്റെ ഒച്ച പോലും കേൾക്കാനല്ലേ പണിമുടക്കാണ്. അപ്പോൾ എല്ലാവർക്കും പണിമുടക്ക് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അതേ നമ്മുടെ പച്ചക്കറി കുറച്ചുണ്ടായിരുന്നു. കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു, ഒരു കുട്ടി സവാള എടുത്തു, ഒരു കഷ്ണം തക്കാളി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുരിങ്ങക്കായ, ഒരു ബീൻസിൻ്റെ, പിന്നെ മല്ലിയില. അത് മാത്രമാണ് ഒരു ഇതായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തലേദിവസം കഞ്ഞെള്ളം മാറ്റി വെച്ചിട്ട് കഞ്ഞെള്ളത്തിൽ ചെറുപയറും ഉലുവയും കടുകും കരിഞ്ചീരകമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് അരച്ച് തലയിൽ തേക്കണം. തലയിൽ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചിട്ടാണ് കുറച്ച് നാൾ. അപ്പോൾ ഒന്നരാടം ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ കേട്ടോ തലയിൽ തേക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഈ അരിപ്പയിൽ അരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനകത്ത് നല്ലോണം തരിതരുണ്ടാവും, പൊടികളുണ്ടാവും. അതിൻ്റെ മറ്റേ തുണി വെച്ചരിക്കണം എന്നാണ് നല്ലത് കേട്ടോ. പിന്നെ ഞാൻ തുണി ഒന്നും നോക്കാൻ നിന്നിട്ട് നിന്നില്ല, അതുകൊണ്ട് ഒക്കെ തന്നെ അരിച്ചെടുത്തു. നന്നായി വെള്ളത്തിൽ കഴുകിയാൽ മതി. പിന്നെ നമ്മുടെ തലയിലായിട്ട് പൊട്ടകളൊന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് ചൊറിച്ചിലും താരനൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ തന്നെ കഴുകണം, തല കഴുകണം. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് തേക്കാം തലയിൽ. പിന്നെ കുറച്ച് പണി കൊണ്ടിട്ട് നമ്മുടെ സാമ്പാറും അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം കുളിക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ട് അവിടെ വെച്ചു, കുറച്ച് നേരം അവിടെ തന്നെ വെച്ചു. അതിട്ടാണ് ഞാൻ ഇത്തിരി മെഴുക്ക്, തലയിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. പിന്നെ അത്ര ഒത്തിരി കൂടി വെളിച്ചെണ്ണ വേണം. പയറുപൊടിയൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് നമ്മുടെ തലയിലത്തെ അഴുക്കും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഒലിച്ച് പോകും, നന്നായിട്ട് കഴുകി പോവും. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയുടെ അംശം വേണമല്ലോ, എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പാറി നിൽക്കും കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ പച്ചക്കറി ഐറ്റംസൊക്കെ ഒന്ന് ഇടാം. എന്നിട്ട് ഒരു വിസിലടിച്ചാൽ മതിയിട്ട്. പച്ചക്കറി എല്ലാം കൂടി ഒരുമിച്ച് ഇടുമ്പോൾ ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു വേവായിട്ടുണ്ടാവും. അതിനകത്തോട്ട് ഞാൻ ഇട്ടേക്കണത് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ പുളി പിഴിഞ്ഞ് ഒഴിച്ചതും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു വിസിലടിക്കണ വരെ ഞാനൊന്ന് ചൂടാക്കി. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കതിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കണം. അതിനകത്തോട്ട് കടുക് പൊട്ടിക്കണതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉലുവ ഒരു ടീസ്പൂണൊന്നും ഇല്ല, ചെറുതായി ഒരു 3-4 5-6 ഉലുവ. എനിക്ക് അളവ് പറയാനായിട്ടൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. അത് കാരണമാണ് ഇങ്ങനെ പറയണത്, അതിന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ടു, പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ട് താളിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു. അതുകൂടി ഒന്നുകൂടി തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന സാമ്പാർ തന്നെയായിരുന്നു. സാമ്പാർ പൊടി ഇട്ട് വെക്കുന്നത് ചിലർക്ക് ഇഷ്ടാവില്ല, എന്നാലും എനിക്ക് സാമ്പാർ പൊടി ഇട്ട് ഇങ്ങനെ സൊറ സൊറയായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ കൂടുതലിഷ്ടം.
അങ്ങനെ നമ്മുടെ സാമ്പാറും റെഡിയായി. പിന്നെ അടുക്കളയത്ത് വെള്ളം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ മോട്ടർ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അടുക്കളയത്തെ പാത്രം എടുത്തിട്ട് വന്നിട്ട് വെള്ളം പിടിക്കാനായിട്ട് വെച്ചേക്കണം കേട്ടോ. ഈ മോട്ടർ അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടി വരും കുഞ്ഞു പെണ്ണ്. ഏതെങ്കിലും കാലിയായിട്ടുള്ള കുപ്പി ഉണ്ടെങ്കിൽ കുപ്പി നിറയ്ക്കാനായിട്ട് ഓടി വരും കേട്ടോ. ഇപ്പോൾ വരും, കുറച്ച് നേരം കഴിയുമ്പോൾ വരും. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുപ്പി എടുക്കാനായിട്ട് പോകുന്നത് കണ്ടു. അപ്പോൾ ഓടി എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു പെണ്ണാണ് വെള്ളം പിടിച്ച് തരുന്നത്. അത് പടിയിൽ പാത്രം വെച്ചാണ് കാരണം കളയാണ്ട് നമുക്ക് പിടിച്ച് തരൂ കേട്ടോ. ഇപ്പോൾ വെള്ളം പിടിക്കുമ്പോൾ അവളെ വിളിക്കണം, അവൾക്ക് കൊടുക്കണം കുപ്പി. അതാണ് അവളുടെ ഇപ്പോഴത്തെ ശീലം. ഇപ്പോൾ അവൾക്ക് ഫോൺ കിട്ടലില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഫോൺ കേടായ കാരണം കുഞ്ഞുപെണ്ണ് പാട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണാണ് ചേട്ടൻ എടുത്തുകൊണ്ട് പോകണത് കേട്ടോ. അത് കാരണം അവൾക്ക് ഫോൺ കിട്ടലില്ല. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും അതെൻ്റെ ഫോണല്ല, അച്ഛൻ കൊണ്ടുപോകണ്ടെന്നൊക്കെ പറയും കേട്ടോ. എന്നാലും അവൾക്ക് ഞാനിപ്പോൾ പറയും, അവൾക്ക് മഞ്ചും ലേസൊക്കെ വാങ്ങിച്ചാലായിട്ട് ഇടയ്ക്ക് വിളിച്ച് പറയാനായിട്ട് ഫോൺ വേണ്ട. അപ്പോൾ നമ്മൾ മഞ്ച് വാങ്ങിക്കാനും കോലുമിട്ടായി വാങ്ങിക്കാനും നമുക്ക് വിളിച്ച് പറയണ്ട. അപ്പം അച്ഛൻ്റെ ഒരു ഫോണില്ലാലോ, അത് കാരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുഴപ്പമില്ല, അവൾക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ വക സംഭവങ്ങളൊക്കെ തലയിലൊക്കെ തേച്ച് ഒരു 10-20 മിനിറ്റ്, 20 മിനിറ്റ് ഒന്നും ഇരുന്നില്ല കേട്ടോ, 10 മിനിറ്റിന് വെച്ചോളൂ. കൂടുതൽ നേരം വെക്കുമ്പോൾ എനിക്ക് നീരിളക്കം വരാറുണ്ട്. അത് കാരണം ഞാൻ കൂടുതൽ നേരം ഒന്നും വെച്ചിരിക്കലില്ല. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുളിക്കാനൊക്കെ ആയിട്ട് പോയി. അലക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. കുഞ്ഞുപെണ്ണിന് കഞ്ഞി നേരത്തെ കൊടുത്തിട്ടുണ്ടായിട്ട് നേരത്തെ കുളിയും കഞ്ഞി കൂടിയൊക്കെ അവളെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ ചോറിനാനായിട്ട് ഭക്ഷണം എടുക്കണതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും കുഞ്ഞുപെണ്ണും കൂടി പറമ്പിലേക്കൊന്ന് പോവാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാനും നിങ്ങളെ ഒന്ന് കുറച്ച് കാണിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് പേര് തറ കെട്ടിയതൊന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതും കൂടി കാണിച്ചു തരാം. നമ്മുടെ കിണറിൻ്റെ കാര്യം ഒന്ന് കാണിച്ചു കൂടി തരാം കേട്ടോ. നമ്മുടെ കിണർ കിട്ടാതെ കണ്ട ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഇത്. കിണറ്റിലൊരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും കാണില്ല. മണ്ണൊക്കെ നന്നായി കുഴഞ്ഞും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ കറ്റാർവാഴയൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെയിലും അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് മുളകളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. 3 മുളകൾ ഇപ്പോൾ വലിയ കറ്റാർവാഴയുടെ ഇതിൽ തന്നെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ട മുളകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു കോഴികളെ ഇപ്പോൾ പുറത്തിറക്കലില്ല. അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോക്കാണ്. 11 കുഞ്ഞുങ്ങളുണ്ടായതാണ്. ഇപ്പോൾ ആകെ 7 കുഞ്ഞ് മാത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിനി പുറത്തിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഏണിയും കൂടിയും കാക്കകളൊക്കെ കൊണ്ടുവന്നിട്ട് തീറ്റി വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് കാരണം ആകെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് വൈകുന്നേരം വന്നിട്ടൊക്കെ ഒന്ന് വെടുപ്പാക്കി വെക്കണം അവരിങ്ങളെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് പണിയാനായിട്ട് തറ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തറ. കുഞ്ഞൊരു വീട് തന്നെയാണ് കേട്ടോ. ആകെ മുകളിലും അടിയിലും മുകളിലും കൂടിയിട്ട് ആകെ 1050 സ്ക്വയർ ഫീറ്റാണ് ഉള്ളത്. അപ്പോൾ പിന്നെ മനസ്സിലാക്കാമല്ലോ എന്തോരം വലിയ വീടാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ചാമ്പയ്ക്ക വേണമെന്ന് കൊണ്ട് പോയതാണ്. അപ്പോൾ ചാമ്പയ്ക്ക പൊട്ടിക്കാനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു കോള് വന്നത്, വേഗം ഓടി വായോ നമ്മുടെ കിണറ്റിൽ വെള്ളം കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഇത്തിരി എടുത്തോ, അല്ല ഇത്തിരി എടുത്തോ, നല്ല എടുത്തോ, അടുത്തോ ചേട്ടൻ വിളിച്ചത്. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോയിട്ടുണ്ട്.
അപ്പോൾ അടിയിൽ കണ്ട ഒരു വെള്ളം കാണുന്ന കുറച്ച് വെള്ളം കണ്ട. അപ്പോൾ നമുക്കിനി ഈ വെള്ളം എടുത്ത് തെളിയാൻ വേണ്ടി വെച്ചിട്ട് അതിൽ നമുക്കൊരു പായസം വെക്കണം. അരിപ്പായസം വെക്കാൻ ആവശ്യമുണ്ട്. അങ്ങനെ വെക്കലുണ്ട് കേട്ടോ. കിണറ്റിൽ ആദ്യമായിട്ട് വെള്ളം കാണുമ്പോൾ ആ വെള്ളത്തിൽ പായസം വെക്കലുണ്ട്. കഴുകാനും പിടിക്കാനൊക്കെ ആ വെള്ളം തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ അമ്മേനെ വിളിച്ച് പറഞ്ഞ് അമ്മയും വന്നു കേട്ടോ വേഗം. എന്നിട്ട് അമ്മ വന്നു. പിന്നെ ഞങ്ങൾ അവിടെ മാവുമ്മ ഇതുണ്ട് പ്രിയൂരുമാവാണ് കേട്ടോ. അപ്പോൾ അതേ മാങ്ങയൊക്കെ മൂത്തത് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2-3 പൊട്ടിച്ച് ജ്യൂസ് അടിക്കാനായിട്ട് മൂത്തട്ടിയാന്ന് ചോദിച്ചാൽ പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ വീണപ്പോൾ തന്നെ നന്നായി പൊട്ടി. അപ്പോൾ നല്ല പോലെ മൂത്തുണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ട് കേട്ടോ മൂത്തത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചാമ്പയ്ക്കും കൂടി പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ജ്യൂസ് അടിക്കാനായിട്ട് നാളെ ജ്യൂസ് അടിക്കാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ അതെന്തായാലും മാങ്ങ കിട്ടി. മാങ്ങ ജ്യൂസ് അടിച്ച് ചേട്ടന്മാർക്കും കൊടുക്കാം, നമുക്കും കുടിക്കാമല്ലോ. നീ എനിക്ക് വെളിച്ചത്ത് നീങ്ങി കുഞ്ഞെ. ഇപ്പുറത്തിരിക്കും ഇവിടെ ഇരിക്കും. ഏയ് ഇല്ലില്ല, നിനക്ക് പറ്റില്ല. അമ്മക്ക് തൊണ്ട് കളയാൻ വേണ്ടി എടുത്തതാടി. തായോ നീ ഇവിടെ ഇരിക്കും. ഇതിനാണേ ഇഷ്ടായ രസണ്ടാ? യമ്മി നമുക്ക് ആവശ്യത്തിന് മധുരം ഇടാം കേട്ടോ. പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിടണം നല്ലത്. ചതച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അടിയില്ല കേട്ടോ. പെട്ടെന്ന് ഇഞ്ചി അങ്ങനെ തന്നെ കെടുക്കും, വെറുതെ ഇങ്ങനെ കോരി കോരി കെടുക്കും. അത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ കുഴപ്പമായിരിക്കും നന്നായിട്ട് അടിയാത്തത്. നല്ല മിക്സിയാണ്, നല്ല മുറിച്ചുള്ള ജാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒരുപോലെ ഇട്ടിട്ട് അങ്ങനെ അടിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഇത്തിരി ചതച്ചിട്ടു. അപ്പോൾ പിന്നെ വേഗം അടിഞ്ഞ് കിട്ടിയ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കേട്ടോ. ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും ചെറിയൊരു സ്മെല്ലും പിന്നെ പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടുന്നത് ഇഷ്ടമാട്ടോ. ഇവിടെ അങ്ങനെ പുതിനയിലൊന്നും വാങ്ങിക്കലൊന്നും ഇല്ല, അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് ആവശ്യത്തിന് വെള്ളം കൂടിയൊക്കെ ഒന്ന് ഒഴിച്ച് നമുക്കതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കുറുകുറായിട്ട് തന്നെയാണ് നമുക്ക് മാങ്ങയുടെ ജ്യൂസ് കിട്ടൽ. പിന്നെ അരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ നമ്മൾ മാങ്ങയുടെ ഒരു ടേസ്റ്റ് പോലും തോന്നില്ല നമുക്ക്. അപ്പോൾ ഇങ്ങനെ കുറുകുറായിട്ട് തന്നെ അടിക്കണതാണ് നല്ലത്. അത് തന്നെയാണ് കേട്ടോ ടേസ്റ്റും. അതായത് നമ്മുടെ ജ്യൂസ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കിണർ പണിങ്ങനെ ചേട്ടന്മാർക്ക് 2 ഗ്ലാസ് കൊണ്ട് കൊടുത്തിട്ട് 2-2.5 ഗ്ലാസ് അവർക്ക് കൊടുത്തു. പിന്നെ ചേട്ടനും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്. കുഞ്ഞി പെണ്ണിന് മാംഗോ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം അവൾ ഉദ്ദേശിച്ചത് മറ്റേ ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവൾ വലിയ കഴിക്കലൊന്നും കഴിച്ചില്ല. പിന്നെ അതേ നമ്മുടെ കിണറ്റിൽ നിന്ന് കിട്ടിയ വെള്ളം എടുത്തിട്ട് പായസം വെക്കണം. അപ്പോൾ അതേ നല്ല കുത്തരി ഉണ്ട് കേട്ടോ, പച്ചരി. അപ്പോൾ പിന്നെ അതുകൊണ്ട് പായസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് നെല്ലൊക്കെ ഉണ്ടാകും. നെല്ലും കല്ലൊക്കെ പറക്കി കളയണ്ടാണ് ഇരുന്നിട്ട് അമ്മ ചേറ്റി തന്നിട്ട്. എനിക്ക് ചേരാനായിട്ട് അറിയില്ല. അപ്പോൾ അമ്മ ചേറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ
നെല്ലും കാര്യങ്ങളൊക്കെ പറക്കിയിടാനായിട്ട് ഇരിക്കണതാണ്. അപ്പോൾ അവിടെ അമ്മയുണ്ട്, അമ്മയോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നെല്ല് പറക്കണതാണ് ഇരുന്നിട്ട്. നല്ല അരി തന്നെയാണ് കേട്ടോ, നമ്മുടെ കുത്തരിയില്ലേ അത്. അവിടെ നിന്ന് ഓടിപ്പിച്ചില്ലേ അരി കളഞ്ഞേനെ, അവിടെ നിന്ന് അരി കളഞ്ഞേനെ ഓടിപ്പിച്ചില്ലേ അരി വാരിപ്പോ. കുക്കറിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. കുക്കറിൽ നിന്ന് മാറ്റിയിട്ടാണ് മറ്റേ ഇഡ്ഡലി പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് ചൂടായപ്പോൾ ഇഡ്ഡലി പാത്രത്തേക്ക് മാറ്റി. അത് കുറേ അരിയുള്ള കാരണം ചിലപ്പോൾ അടിയിലേക്ക് പിടിക്കും. കുറച്ച് ജസ്റ്റ് ഒന്ന് അടി പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇഡ്ഡലി പാത്രത്തിൽ മാറ്റി അതിലേക്കാണ് നമ്മൾ ഇത് വെച്ചത്, നമ്മുടെ പായസത്തിനുള്ള അരി വെച്ചത്. അപ്പോൾ നാളികേരം ചിരണം, 1.5 നാളികേരമാണ് ഞാൻ അതിന് എടുത്തത് കേട്ടോ. നാളികേരം പിഴിഞ്ഞ് പാല് മാറ്റി, 1-ാം പാല് മാറ്റി വയ്ക്കുക. പിന്നെ 2-ാം പാലൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ശർക്കര ഇട്ട് ഒഴിക്കുക. പിന്നെ നമ്മുടെ ഏലക്കായ പൊടിച്ചിടുക. പിന്നെന്താ അത് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ കിസ്മിസുകളൊക്കെ വറുത്ത് പൊരിച്ചതിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം. ശർക്കര ഞങ്ങൾ ഒരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കരയിൽ കല്ലുണ്ടാവും, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ശർക്കരയിൽ കല്ലുണ്ടാവും. അപ്പോൾ പിന്നെ കരടും ഉണ്ടാവും കേട്ടോ അധികം. അപ്പോൾ പിന്നെ അത് ഉരുക്കാണ്ട് പറ്റില്ല. അപ്പോൾ അതെന്ത് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഉരുക്കാനായിട്ട്. പിന്നെ നമുക്ക് നാളികേരം അടിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. നമ്മുടെ 1-ാം പാല് മാറ്റി വയ്ക്കണ്ടേ, അപ്പോൾ നമുക്കൊന്നടിച്ച് മാറ്റി വയ്ക്കണം. ശർക്കരയൊക്കെ തിളച്ച് മറിഞ്ഞത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അരി ഇതേ പാകത്തിനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി വന്നപ്പോഴേക്കും കിണറിൻ്റെ അവസ്ഥ കാണാൻ പോയി വന്നപ്പോഴേക്കും നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2-ാം പാലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് കുറുകി നന്നായിട്ട് വരുമ്പോൾ നമ്മുടെ 1-ാം പാലൊന്ന് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടുക. അത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇഡ്ഡലി പാത്രമായ കാരണം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പായസം ദേ നമ്മുടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കിസ്മിസും കാര്യങ്ങളൊക്കെ വറുത്തിടണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നെയ്യിലാണ് കേട്ടോ വറുത്തിടുന്നത്. വെളിച്ചെണ്ണയിലൊക്കെ വറുത്തിടാറൊക്കെ ഉണ്ട്. ഞങ്ങൾ മുമ്പ് വെളിച്ചെണ്ണ തന്നെ വറുക്കാറ്. ഇപ്പം നെയ്ക്ക് വലിയ താല്പര്യമില്ല, എന്നാലും മാറ്റങ്ങളൊക്കെ കൊടുക്കേണ്ടതല്ലേ വെച്ചിട്ട് നെയ്യിൽ തന്നെയാണ് നമ്മളെല്ലാ സാധനങ്ങളും വറുത്തിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദേ അവിടെ നെയ്യ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാവാൻ ഇപ്പോൾ കത്തിച്ചുള്ളൂ അല്ലേ. ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അമ്മതേ അവിടെ ഏലക്കായ പൊടിച്ചതിനകത്തോട്ട് ഇടണമുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാനായിട്ട്. അപ്പൊ വീണപ്പോ പൊട്ടിയതാണത്. വീഴുന്നുണ്ട്. വീഴരുതട്ടാ. കരയാണോ ചിരിക്കണോ? മര്യാദക്ക് നിന്നോ? നമ്മള് അത് പൊളിക്കാൻ പറ്റില്ല.
അപ്പോൾ ദേ വെള്ളമൊക്കെ ദേ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഒരു പണി അവസാനിപ്പിച്ചിട്ടുണ്ട്, ഇനി നാളെയാണെന്നാണ് പറയണത്. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ചേട്ടന്മാരെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ സ്വർഗം കിട്ടിയ പോലെയാണ് കേട്ടോ. ഭയങ്കര കളിയായിരുന്നു. ആ കളിയാണ് നേരത്തെ കണ്ടത് കേട്ടോ. അപ്പോൾ ദേ ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. പിന്നെ ഈ വീട്ടിൽ പോയി ബാക്കി പരിപാടികൾ, സന്ധ്യ നേരത്തുള്ള പരിപാടികളില്ല, ചോറ് ചൂടാക്കൽ, കഴിക്കൽ, പിടിക്കൽ, ആ വക പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ ശരി കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അന്നത്തെ സന്തോഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ശരി.